BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള നീക്കത്തിൽ അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ. മദ്യനികുതി ഇളവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ആശങ്കകൾ ദൂരീകരിക്കാൻ സർക്കാരിന് കഴിയണമെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ലഹരിയെ നാട് കടത്താനുള്ള ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയെ നാടും നഗരവും ഏറ്റെടുക്കുമ്പോൾ തന്നെയാണ് ബജറ്റിലെ ഈ പ്രഖ്യാപനമെന്നും സാദിഖ് അലി തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിറക്കട്ടെ ലഹരിമുക്ത ഗ്രാമങ്ങൾ എന്ന തലക്കെട്ട് എഴുതിയ ലേഖനത്തിലാണ് ഈ പരാമർശമുള്ളത്. കേരളത്തിലെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ലഹരി വിരുദ്ധ യാത്രയിലാണ്. വൈറൽ ബാഡ്ജ് അണിഞ്ഞ് കുടുംബസമേതം നമുക്കും ലഹരി യുദ്ധമായ തൂഫാനിൽ ഒപ്പം ചേരാമെന്നും സാദിഖ് അലി തങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് അനുവദിക്കാനുള്ള തീരുമാനത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ അതൃപ്തി പുകയുന്നതിനിടെയാണ് മുന്നണിയിലെ മുഖ്യകക്ഷിയും രംഗത്തെത്തുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഏകപക്ഷീയമായ തീരുമാനമാണിതെന്ന ആക്ഷേപം ഇതിനകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. എക്സൈസ് മന്ത്രി പോലും അറിയാതെയായിരുന്നു ബജറ്റിലെ പ്രഖ്യാപനം. തുടർന്ന് എം ലിജു വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മദ്യനയത്തിന്റെ കാര്യത്തിലുൾപ്പെടെ ഉയർന്ന ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. സർക്കാർ എടുക്കുന്ന നടപടികളിൽ ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യുമെന്നും വിമർശനങ്ങളിൽ പങ്കുചേരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമായിരുന്നു KC വേണുഗോപാൽ പ്രതികരിച്ചത്. തീരുമാനത്തിൽ തിരുത്തൽ ആവശ്യപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനും മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഒരാളുടെ തീരുമാനം കൂട്ടായി ന്യായീകരിക്കുകയാണെന്ന് ജനാധിപത്യ മാതൃകയല്ലെന്നും കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോണും വിമർശിച്ചിരുന്നു. അതേസമയം വിഷയം രാഷ്ട്രീയ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം സഭയിൽ അനുമതി തേടും. KN ബാലഗോപാലാകും അവതരണാനുമതി തേടുക. നീക്കം കർണാടകയിലെ മദ്യ ലോബിക്ക് വേണ്ടിയാണെന്നും ഇതിൽ എത്ര കിട്ടിയെന്ന് VD സതീശൻ വ്യക്തമാക്കണമെന്നും മുൻ മന്ത്രി MB രാജേഷും വിമർശിച്ചിരുന്നു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.